ഒന്ന് പതുക്കെ നിൽക്ക്. ഈ പയ്യെ തിന്നാ പനയും തിന്നാമെന്നല്ലേ, നമുക്ക് പയ്യെ പയ്യെ അത് തുടങ്ങാം. ഇത് ഇന്നത്തെ ശിക്ഷ A1 മുതൽ A6 വരെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്, 2 കഠിന തടവ്, അതായത് 120B-ക്കും 376D-ക്കും 366-ന് 10 വർഷം കഠിന തടവും കൂടാതെ ഫൈനുമുണ്ട്. മറ്റ് വകുപ്പുകൾ അനുസരിച്ചും ശിക്ഷിച്ചിട്ടുണ്ട്. 376D-യെ സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെന്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്തെ തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഈ ശിക്ഷാവിധിക്ക് കുറഞ്ഞുപോയതിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്യും. അഡ്വക്കേറ്റ് രാജകുമാർ സംസാരിക്കുന്നു. എക്സാക്ട്ലി നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രോസിക്യൂഷൻ അതിലുള്ളത്. കനത്ത നിരാശയാണ്. അത് പറയുന്നത് അതിൽ കോടതി പറയുന്ന ഏറ്റവും മിനിമം ശിക്ഷ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് സമൂഹത്തിൽ ശിക്ഷിച്ചത് തെളിവുകൾ ഏതാണ് സ്വീകരിക്കാതെ പോയതെന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ എനിക്ക് കഴിയില്ല. ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം അതിനകത്ത് മതിയായ നടപടികൾ സ്വീകരിച്ചിരിക്കും. ഈ 8ാം പ്രതിയെ വിട്ടുപോകാനുള്ള കാരണം ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു അഭിഭാഷകനാണ്. ഏതിലെ ശിക്ഷയിൽ നിരാശനാണ്. കാരണം മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു. കാരണം മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്, നീതിപീഠത്തിന് നൽകുന്നത്. അത് വേറെ കാര്യം. ശിക്ഷ കണ്ടുപോയാൽ അതിൻ്റെ അകത്ത് പ്രൊപ്പോർഷണലേറ്റായിട്ട് ശിക്ഷ വിധിക്കേണ്ടതാണ്. 20 വർഷം മിനിമം എന്ന് പറഞ്ഞാൽ 20 വർഷം വരെക്ക് മുകളിൽ എത്ര വർഷം വേണമെങ്കിലും കോടതിക്ക് ശിക്ഷിക്കാം. അത് 20 വർഷം പാർലമെന്റ് നിശ്ചയിച്ച മിനിമം കൺവിക്ഷനാണ്. അത് ഒരു കോടതിയുടെ ഔദാര്യമല്ല, അത് പ്രോസിക്യൂഷന്റെ അവകാശമാണ്. എനിക്ക് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ നിരാശയുമില്ല. ഈ പാസ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ 3.5 വർഷം ഈ കോടതിക്ക് അകത്ത് വെന്ത് നീറിയത്. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെല്ലാം പിന്നീട് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കും, അതിനുള്ള പരിഹാരങ്ങൾ നേടും. തീർച്ചയായിട്ടും നീതി കിട്ടിയില്ല എന്നുള്ളതല്ല, പരിപൂർണ നീതി കിട്ടിയില്ല എന്നാണ്. ആദ്യ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച ഒരു കേസാണ്. 3ാമത്തെ പ്രോസിക്യൂട്ടർ അവസാനം വരെ വാദിച്ച അഡ്വക്കേറ്റ് അജകുമാർ പറയുകയാണ് ഇത് അതിനുവേണ്ടിയാണ് ഞങ്ങൾ വെന്ത് നീറിയത് എന്ന വാക്കാണ്. കോടതിക്കുള്ളിൽ സർവൈവർക്ക് വേണ്ടി, അതിജീവിതയ്ക്ക് വേണ്ടി, ഒരു വിക്ടിമിന് വേണ്ടി, കൂട്ടബലാത്സംഗ കേസിലെ വിക്ടിമിന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് പറയുന്നത് കോടതിക്കുള്ളിൽ വെന്ത് നീറി എന്ന വാക്ക്. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അടക്കം പറയാനുണ്ടാകും. ഒരുപക്ഷെ ഉറപ്പായും വരും ദിവസങ്ങളിൽ ചർച്ചയാകും. പക്ഷേ വിധിയുടെ വിവരങ്ങൾ കോടതി വിധിന്യായത്തിന്റെ മലയാള പരിഭാഷയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ശിക്ഷ വിധിക്കുമ്പോൾ കുറ്റകൃത്യം ഇരയിലും സമൂഹത്തിലും ഉണ്ടാക്കിയ ആഘാതം കോടതി കണക്കിലെടുക്കേണ്ടതുണ്ട്. ശിക്ഷ വിധിക്കുമ്പോൾ സമൂഹത്തോടും കുറ്റവാളിയോടും നീതി പുലർത്തുന്ന രീതിയിൽ സന്തുലിതമായിരിക്കണം കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടത്. ശിക്ഷ വിധിക്കുമ്പോൾ സമൂഹത്തോടും കുറ്റവാളിയോടും നീതി പുലർത്തുന്ന രീതിയിൽ സന്തുലിതമായിരിക്കണം കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ശിക്ഷാവിധിയുടെ മലയാള പരിഭാഷയിൽ പറയുന്നത്. ഉറപ്പായും വലിയ നിയമപരമായും വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും വഴിവെക്കാവുന്ന ശിക്ഷാവിധി പ്രഖ്യാപനമാണ് എന്ന കാര്യത്തിൽ നോ ഡൗട്ട്. 20 വർഷം എന്ന് പറയുന്നത് ഈ പൾസർ സുനി പോലെയുള്ള ഒരു ഈ പറയുന്ന എന്താണ് ഒരു ഹാബിച്വൽ ക്രിമിനൽ എന്ന് വിലയിരുത്തിയ ഒരു പെൺകുട്ടിയെ പാതിരാത്രിയിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അതെവിടെയൊക്കെ സൂക്ഷിക്കുന്ന ഒരു കിരാതനായ പ്രതിക്ക് ആ വകുപ്പ് പ്രകാരമുള്ള ഏറ്റവും ചുരുങ്ങിയ ശിക്ഷാവിധി കോടതി അനുവദിക്കുന്നതിൽ പ്രോസിക്യൂഷൻ അങ്ങേയറ്റം നിരാശരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.